കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ മൈ ആധാർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൈ ആധാർ UID.gov.in എന്നൊരു വെബ്സൈറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് ആധാർ നമ്പറിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാത്തവർ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊബൈൽ നമ്പർ നോട്ട് രജിസ്റ്റേർഡ് വിത്ത് ആധാർ എന്നുള്ള ആ ഒരു ഭാഗത്തിന് താഴെയുള്ള ഓർഡർ ആധാർ PVC കാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതിന് തൊട്ടു താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ടു താഴെയുള്ള മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റർഡ് എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിന് തൊട്ടു താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന 1 ടൈം പാസ്വേഡ് അതിന് തൊട്ടു താഴെയുള്ള എൻ്റർ OTP എന്നുള്ള ഒരു ബോക്സ് കാണാം. അവിടെ നിങ്ങളുടെ ഇപ്പോൾ കിട്ടിയ OTP അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് ഓപ്പനെ വരും. ഇതിൽ പറയുന്നത് നമ്മുടെ PVC കാർഡ് അടിച്ചു വരാനായിട്ട് 50 രൂപ ഫീസായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്കാണ് PVC കാർഡ് പോസ്റ്റൽ വഴി അയച്ചു തരിക എന്നാണ് ഈ ഒരു പോപ്പപ്പിൽ പറയുന്നത്. അതെല്ലാം ഓക്കെ ആണെങ്കിൽ താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇതിൽ പറയുന്നത് സ്വകാര്യ കാരണങ്ങളാൽ ആധാർ കാർഡ് നമ്പറിനായിട്ടുള്ള ഡെമോക്രാറ്റിക് ഡാറ്റ സംസ്ഥാനത്ത് വെളിപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാലും ഓർഡർ ചെയ്ത PVC കാർഡിൻ്റെ ആധാറിൻ്റെ ഏറ്റവും പുതിയ ഡെമോക്രാറ്റിക് ഡാറ്റ ഉണ്ടായിരിക്കും. അതിനുശേഷം താഴെയുള്ള OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. I have confirmed that I have read and understood the payments and cancellation refunds process എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ SRN നമ്പർ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ PVC കാർഡിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ അത് ഉപകരിക്കും. SR നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് PVC കാർഡിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം താഴെയുള്ള മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള UPI സംവിധാനങ്ങളുടെയെല്ലാം പേയ്മെൻറ്റ് ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ പേയിലൂടെ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. അതിനായിട്ട് ഏറ്റവും താഴെയുള്ള ഗൂഗിൾ പേ എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തു. ഇവിടെ ഗൂഗിൾ പേയുടെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു.